ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മന്തിയാണ്. നമ്മൾ കുഴിയൊന്നുമില്ലാതെ, കുക്കറും വേണ്ട, ആവശ്യമില്ലാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുരുമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബിൽ 2 എണ്ണം ഉണ്ടാകും. നമ്മൾ 2 എണ്ണമാണ് ചിക്കനിൽ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാവും. നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 എണ്ണമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മളിതിങ്ങനെ ഒന്ന് വെറുതെ പൊടിച്ച് കൊടുത്തിട്ട് അതിൽ ആഡ് ചെയ്യാം. നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. പിന്നെ ഈ മാഗി ക്യൂബ് ഇടുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ചെയ്തിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. വേവിക്കുന്ന സമയത്ത് ഞാൻ 4ആയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരി നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയ ശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. ഇനി നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കുറച്ച് ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ആഡ് ചെയ്യാം. എന്നിട്ട് ഇറച്ചിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലിനായിട്ട് കാത്തിരിക്കുക. എന്നതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമ്മൾ മന്തിക്കായിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് അരി വേവിക്കാനാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം 2 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പച്ചമുളക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക എന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ വേവിച്ച ചിക്കൻ സ്റ്റോക്ക് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ അടുത്ത് കട്ടായി പോയതാണ്. അതിന് ശേഷം നമ്മൾ മാഗി ക്യൂബ് 2 എണ്ണം ഉടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകവും പെരുംജീരകവും ഉണക്കനാരങ്ങയും ആഡ് ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ അരി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നപ്പോൾ അരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരി നന്നായിട്ട് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് നന്നായി വെന്ത് വരുമ്പോൾ 3/4 വേവ് വരുമ്പോൾ നമ്മളതിലേക്ക് ദമ്മ് വയ്ക്കണം. നമ്മൾ കളറ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ അതിന് മേലെ വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ കരി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് നമ്മളത് നന്നായിട്ട് മൂടി വയ്ക്കുക. ദമ്മായ ശേഷം നന്നായിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലെത്തും. എന്നതിന് ശേഷം ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ചോറ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ മന്തിക്കായിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്